അഡോബ് ഫോട്ടോഷോപ്പ് അല്ലെങ്കിൽ ഇല്ലസ്ട്രേറ്റർ പോലെയുള്ള ഹൈ എൻഡ് ഡിസൈനിങ് സോഫ്റ്റ്വെയറുകളുടെ സഹായമില്ലാതെ വളരെ ഈസി ആയിട്ട് പോസ്റ്ററുകൾ ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഓൺലൈൻ ടൂളാണ് ക്യാൻവ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്യാൻവ യൂസ് ചെയ്തുകൊണ്ട് എങ്ങനെ ഒരു നല്ല പോസ്റ്റർ ക്രിയേറ്റ് ചെയ്യാമെന്നാണ് ഈ ഒരു വീഡിയോയിൽ പറയാൻ പോകുന്നത്. വെൽക്കം ടു വൺ ടീം സൊല്യൂഷൻസ്. പേഴ്സണൽ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ധാരാളം പോസ്റ്റർ നമുക്ക് പല അവസരങ്ങളും ചെയ്യേണ്ടി വരാറുണ്ട്. അപ്പോൾ ഫോട്ടോഷോപ്പ് പോലെയോ ഇല്ലസ്ട്രേറ്റർ പോലെയുള്ളൊക്കെ ഒരു സോഫ്റ്റ്വെയർ പഠിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന ഒരു ടൂളാണ് അല്ലെങ്കിൽ ഒരു ഓൺലൈൻ വെബ്സൈറ്റാണ് canva.com എന്ന് പറയുന്നത്. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്കൊരു സൈനപ്പ് ചെയ്യാൻ പറ്റും. സൈനപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഇൻ്റർഫേസിലേക്കായിരിക്കും വരുന്നത്. ഇതിൽ ടെംപ്ലേറ്റ്സ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാം ഒരു ഓൺലൈനായിട്ട് നമുക്ക് എന്തൊക്കെ പർപ്പസിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈൻ വേണമെങ്കിലും ഇതിനകത്ത് ഡെവലപ്പ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്ററാണ്. ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ ഫേസ്ബുക്കിലോ ഇടാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ്. അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുകയാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരുപാട് ടെംപ്ലേറ്റ്സ് കാണിക്കും. അപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. ഒന്നെങ്കിൽ ഇതിനകത്തുള്ള ഒരു ടെംപ്ലേറ്റ് എടുത്തിട്ട് അതിനകത്തുള്ള ടെക്സ്റ്റ് എല്ലാം മാറ്റി കസ്റ്റമൈസ് ചെയ്ത് നമുക്ക് വേണ്ട ഇമേജ് ആക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബ്ലാങ്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ഫ്രം ബ്ലാങ്ക് എന്നുള്ള ഓപ്ഷനിലാണ് കൊടുക്കുന്നത്. ഇതിപ്പോൾ നോക്കി കഴിഞ്ഞാൽ ഈ കാണുന്ന ഏരിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രിവ്യൂ കാണുന്നതാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുന്നത് ഇവിടെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നതാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൂൾസ്. ടെംപ്ലേറ്റ്സിനകത്ത് ഒരുപാട് ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അത് നമുക്ക് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. അല്ലെങ്കിൽ അപ്ലോഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡെസ്ക്ടോപ്പിൽ കിടക്കുന്ന കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാം. ഫോട്ടോസ് എന്ന് പറഞ്ഞാൽ ഒരുപാട് ഫോട്ടോസ് അവൈലബിൾ ആണ്. ആ ഫോട്ടോ നമുക്ക് എടുക്കാം അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റും. എലമെന്റ്സിനകത്ത് ഒരുപാട് ഷേപ്സും ക്ലിപ്പ് ആർട്സ് ഒക്കെ അവൈലബിൾ ആണ്. ടെക്സ്റ്റ് നമുക്ക് നമ്മുടെ പോസ്റ്ററിലേക്ക് ആവശ്യമായിട്ടുള്ള വിവിധ ഫോണ്ടുകളിലൊക്കെയുള്ള ടെക്സ്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. ഓഡിയോ അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. ഇങ്ങനത്തെ ഓപ്ഷൻ എല്ലാം അവൈലബിൾ ആണ്. ഒരു എക്സാമ്പിൾ കാണിക്കാൻ വേണ്ടി ഒരു വേൾഡ് എൻവയോൺമെന്റ് ഡേ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പോസ്റ്റർ എങ്ങനെ ചെയ്യാമെന്നാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ എലമെന്റ്സ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എൻവയോൺമെന്റ് ഡേ എന്ന് പറയുമ്പോൾ അത് റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊരു കീവേഡ് സെർച്ച് ചെയ്ത് നോക്കുക. അതായത് ഒരു എൻവയോൺമെന്റ് ഡേ എന്ന് പറയുമ്പോൾ നമുക്കൊന്നെങ്കിൽ എന്തെങ്കിലും പ്ലാന്റ്സോ അല്ലെങ്കിൽ ലീവ്സ് അല്ലെങ്കിൽ ഒരു എർത്ത് ഇതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ കീവേഡ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു പോസ്റ്ററുമായിട്ട് മാച്ച് ചെയ്യുന്ന ഇമേജസ് നമുക്ക് അല്ലെങ്കിൽ എലമെന്റ്സ് നമുക്ക് സെർച്ച് എടുക്കാൻ പറ്റും. ഇതിനകത്ത് നോക്കിയാൽ രണ്ട് ടൈപ്പ് എലമെന്റ്സ് അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് കാണാൻ പറ്റും. ഒന്ന് ഫ്രീ ആണ്, ഒന്ന് പ്രോ വേർഷനാണ്. പ്രോ വേർഷനുള്ള ഇത് നമുക്ക് ഫ്രീ ആയിട്ട് അത് നമ്മൾ പെയ്ഡ് ആണ്, നമ്മൾ പൈസ കൊടുത്ത് വാങ്ങിച്ചാൽ മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ കാണിക്കുന്ന ഫ്രീ എന്ന് കാണിക്കുന്ന ഏതൊരു ഇമേജ് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇങ്ങനെയുള്ള ഏതെങ്കിലും ഒരു ഇമേജ് എടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾക്ക് തന്നെ നമ്മുടെ കയ്യിലുള്ള ഏതെങ്കിലും ഇമേജ് അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അങ്ങനെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എപ്പോഴും പോസ്റ്റൊക്കെ ചെയ്യുമ്പോൾ എപ്പോഴും ഒരു മിനിമൽ ഡിസൈൻ ആയിരിക്കും നല്ലത്. ബൾക്കി ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റോ ഇമേജൊക്കെ കുത്തി കയറ്റുന്നതിനേക്കാൾ എപ്പോഴും നല്ലത് വളരെ സിമ്പിളായിട്ടുള്ള ഏതെങ്കിലും ഒരു പോസ്റ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത് ജസ്റ്റ് ഒരു പല കീവേഡ് മാറ്റി സെർച്ച് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഏറ്റവും നമ്മളുടെ ഒരു തീമുമായിട്ട് മാച്ച് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഇമേജ് കണ്ടുപിടിക്കുക അല്ലെങ്കിൽ ഒരു ക്ലിപ്പായിട്ട് കണ്ടുപിടിച്ച് അത് യൂസ് ചെയ്തിട്ട് നമ്മുടെ പോസ്റ്റർ കംപ്ലീറ്റ് ചെയ്യുക. ഞാൻ അധികം സെർച്ച് സമയം കളഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഇമേജ് എടുത്തു. ഇനി ഇതിനൊരു ടെക്സ്റ്റ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അതായത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടി നേരെ ടെക്സ്റ്റ് ഓപ്ഷനിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് എന്താണോ ഹെഡിങ് ആണോ കൊടുക്കുന്നത്, അല്ലെങ്കിൽ സബ് ഹെഡിങ് ആണോ, അല്ലെങ്കിൽ ബോഡി, അല്ലെങ്കിൽ ചെറിയ ടെക്സ്റ്റ് ആണോ കൊടുക്കേണ്ടത്, അതെല്ലാം വേറെ കുറേ പാറ്റേൺസ് അല്ലെങ്കിൽ ഫോൺസ് ഒക്കെ ഇത് ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സബ് ഹെഡിങ് ഓപ്ഷൻ എടുത്ത് വേൾഡ് എൻവയോൺമെന്റ് ഡേ ടൈപ്പ് ചെയ്യാണ്. ഓക്കെ, ഇതിൻ്റെ ഫോണ്ട് സൈസ് കൂട്ടുക കുറയ്ക്കുകയോ ചെയ്യണമെങ്കിൽ ഈ മുകളിലത്തെ പാനലിൽ നോക്കി കഴിഞ്ഞാലുള്ള ഓപ്ഷൻസ് എല്ലാം അവൈലബിൾ ആണ്. അതുപോലെ ഫോണ്ട് വേണമെങ്കിൽ മാറ്റി ഏത് ഫോണ്ട് സൈസ് സ്റ്റൈൽ വേണമെങ്കിൽ നമുക്ക് ചൂസ് ചെയ്യാം. അതുപോലെ ഒരുപാട് എഫക്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ട്. നമുക്ക് എഫക്ട്സ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വേണമെങ്കിൽ നമുക്ക് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. ഞാൻ ഈ ഒരു സ്റ്റൈലാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ സൈസ് ഒന്ന് കുറച്ച് കൊടുത്ത് ഓക്കെ. ഇനി ഇതിനകത്ത് ഞാൻ ഒരു കമ്പനിക്കൊക്കെ വേണ്ടിയാണ് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു കമ്പനിയുടെ ലോഗോ നമുക്ക് ഒന്നെങ്കിൽ അപ്ലോഡ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് ഒരു ലോഗോ ഒക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ ആ ഇമേജസിനകത്ത് കിടക്കും. അതെടുത്ത് ഇതും കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതിനകത്ത് വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. ഒരു ലീഫ് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ടെക്സ്റ്റ് വെച്ചിട്ടുണ്ട്, ലോഗോ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ഇത്രയും സിമ്പിളായിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഇനി വേണമെങ്കിൽ ഇതിന് ബാക്ക്ഗ്രൗണ്ട് കളറൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഒരുപാട് കളേഴ്സും കാര്യങ്ങളും അവൈലബിൾ ആണ്. ആ കളറൊക്കെ ഒന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ പല ഡിസൈൻസ് സ്റ്റൈല് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നതിന് തന്നെ പല രീതിയിൽ നമ്മൾ ട്രൈ ചെയ്ത് നോക്കാം. ഏതാണ് നമുക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് ഫീൽ ചെയ്യുന്നത് ആ ഒരു ഡിസൈൻ ചൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പലതും ട്രൈ ചെയ്യുമ്പോൾ നമ്മൾ ഒറ്റ ഓപ്ഷനിൽ മാത്രം നിൽക്കാതെ ഒരുപാട് ഓപ്ഷൻസ് ട്രൈ ചെയ്ത് കഴിയുമ്പോൾ അതിനകത്ത് നമുക്ക് തന്നെ ഏറ്റവും സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു ഡിസൈൻ നമുക്ക് തന്നെ കിട്ടും. അത് ചൂസ് ചെയ്ത് ഫൈനലൈസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റി കൊടുക്കുക, ഫോണ്ട് സ്റ്റൈൽ മാറ്റി കൊടുക്കുക, ഇമേജസ് ഒക്കെ മാറ്റി കൊടുക്കുക. ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ള ഡിസൈൻ കിട്ടും. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എൻവയോൺമെന്റ് ഡേക്ക് ഒക്കെ ആണെങ്കിൽ നമുക്ക്
സോഷ്യൽ മീഡിയയിലൊക്കെ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന പോസ്റ്റാണ്. ഇതുപോലെ നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാം. ഇനി ഇതിപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ തന്നെയാണ്. ഇതുപോലെ എന്തൊരു പർപ്പസിന് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെയൊക്കെ അലൈൻമെൻറ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റി നോക്കുക, പല രീതിയിലാണ്, പല സ്റ്റൈൽ പരീക്ഷിച്ച് നോക്കുക. ഇതൊക്കെ നോക്കി കഴിയുമ്പോൾ തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പോൾ ഞാൻ തന്നെ അതിൻ്റെ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റുമ്പോൾ തന്നെ നമുക്ക് ആ ചേഞ്ചസ് മനസ്സിലാവും. അതുപോലെ നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിൽ ഇത് ക്രിയേറ്റ് ചെയ്തെടുക്കാം. ഇത് ഒരു ഓപ്ഷനാണ്. നമ്മളിതൊരു ബ്ലാങ്ക് ഡോക്യുമെൻ്റ് എടുത്ത് ചെയ്യാന്നുണ്ടെങ്കിൽ ഓപ്ഷനാണിത്. ഇനി ഇതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ ഓപ്ഷൻ ചെയ്യാൻ പറ്റുന്നത്, നമുക്കിതുപോലെ ഒരു എന്താണ് നമ്മുടെ ഒക്കേഷൻ അത് മാച്ച് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഇവിടെ ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. ഫോർ എക്സാമ്പിൾ ഒരു ദിവാലി പോലത്തെ എന്തെങ്കിലും ഒരു സെലിബ്രേഷനൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ദിവാലി ജസ്റ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്ത് തന്നെ ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരുപാട് ടെംപ്ലേറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട ടെംപ്ലേറ്റ് ക്ലിക്ക് ചെയ്യുക, അത് നേരെ ഇവിടെ വരും. ഇതിനകത്ത് നമ്മൾ എന്താണോ നമുക്ക് ഏത് ടെക്സ്റ്റാണോ ചേഞ്ച് ചെയ്ത് ആ ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് എഡിറ്റ് ചെയ്യാൻ പറ്റും. പുതിയ ടെക്സ്റ്റ് ആഡ് ചെയ്യാം. നമ്മൾ നേരത്തെ കാണിച്ച പോലെ തന്നെ ലോഗോ ആഡ് ചെയ്യണമെങ്കിൽ നേരെ നമുക്ക് ലോഗോ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് കുറച്ചുകൂടി ഈസിയാണ്. നമ്മൾ ഡിസൈൻ ചെയ്യുകയൊന്നും വേണ്ട, നേരെ ഒരു അവൈലബിൾ ആയിട്ട് ടെംപ്ലേറ്റ് എടുക്കുക, അതിനകത്ത് നമുക്ക് വേണ്ട നമ്മുടെ കമ്പനി ഡീറ്റെയിൽസോ അല്ലെങ്കിൽ നമുക്ക് പേഴ്സണൽ ആണെങ്കിൽ പേഴ്സണൽ ഡീറ്റെയിൽസ് എല്ലാം ആഡ് ചെയ്യാം. നേരെ ഡൗൺലോഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിതൊരു PNG ഫയലായിട്ടോ PDF ആയിട്ടോ JPG ആയിട്ടോ ഏത് ഫോർമാറ്റിൽ വേണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ പറ്റും. അപ്പോൾ ഇത്രയും ഈസി ആയിട്ട് നമുക്ക് ഈ ഒരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഈ ഒരു ക്യാൻവ എന്ന് പറഞ്ഞ ടൂൾ യൂസ് ചെയ്യാം. ഇത് മാത്രമല്ല, ഞാനിപ്പോൾ കാണിച്ചത് ഒരു ഇൻസ്റ്റാഗ്രാം പോലത്തെ ഒരു പോസ്റ്റാണ്. ഇതല്ല, നമുക്ക് വേറെ എന്തൊരു പോസ്റ്റ് ക്രിയേറ്റ് ചെയ്യണമെങ്കിലും നമുക്ക് അതിനുള്ള ടെംപ്ലേറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ മാർക്കറ്റിങ്ങിന് വേണ്ടിയിട്ടുള്ള പോസ്റ്റേഴ്സോ അങ്ങനെ എന്തൊരു പോസ്റ്റ് വേണമെന്നുണ്ടെങ്കിലും അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിന് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് ടെംപ്ലേറ്റ്സ് ക്യാൻവ തന്നെ കാണിച്ചു തരും. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഇത് എടുത്തിട്ട് ഇതുപോലെ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ കസ്റ്റമായിട്ട് നമ്മൾ തന്നെ കംപ്ലീറ്റ് ഡെവലപ്പ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഏതൊരു ഒക്കേഷനോ അല്ലെങ്കിൽ ഏതൊരു പർപ്പസിനും പറ്റുന്ന രീതിയിലുള്ള പോസ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട്, എന്നാൽ ഒരു സ്റ്റൈലിഷ് ആയിട്ടുള്ള, നമ്മൾ ഫോട്ടോഷോപ്പിലൊക്കെ ചെയ്യുന്ന അത്രയും ഒരു ഹൈ എൻഡ് ഡിസൈൻ വരത്തില്ലെന്ന് മാത്രമേ ഉള്ളൂ, എന്നാലും സ്റ്റൈലിഷ് ആയിട്ടുള്ള പോസ്റ്റേഴ്സ് വളരെ ഈസി ആയിട്ട് ഒരു ക്യാൻവ വെച്ച് ചെയ്തെടുക്കാൻ പറ്റും. കരിയർ, ജോബ് അല്ലെങ്കിൽ ടെക്നിക്കൽ ട്രെയിനിങ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ വൺ ടീം സൊല്യൂഷൻസിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.